തിരുവനന്തപുരം ശംഖുമുഖത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ശോച്യാവസ്ഥ കണ്ടില്ല എന്ന് നടിച്ച് അധികൃതർ. വർഷങ്ങളേറെയായി കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരിക്കാനിടമില്ല. മഴയും വെയിലും ഏൽക്കാതെ നിൽക്കാനും ഇവിടെ സൗകര്യമില്ല. മഴയും കാറ്റും കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഒരു വശം തകർത്തിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നുമില്ല. കെട്ടിടം ഏത് നിമിഷവും നിലംപൊത്താറായ നിലയിലുമാണ്. പരാതി നൽകിയിരുന്നെങ്കിലും ഒരു നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ശംഖുമുഖം തീരത്തിന് സമീപമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് മഴക്കാലത്ത് പോലും കയറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നത്. ഏതു സമയവും തലയ്ക്കുമീതെ വീഴുന്ന രീതിയിലാണ് തകരഷീറ്റുകൾ ഉള്ളത്. മഴ പെയ്യുമ്പോൾ കയറി നിൽക്കാൻ പോലും കഴിയാത്ത വിധമാണ് കാത്തിരിപ്പ് കേന്ദ്രം. തകരഷീറ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതുമൂലം മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളവും വെളിയിൽ പോകില്ല. ബന്ധപ്പെട്ട അധികാരികളോട് നിരവധി തവണ പരാതി നൽകിയെങ്കിലും യാതൊരുവിധ പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഒരു 4-5 മാസത്തിന് പാട് വലിയ മരം ചാഞ്ഞ് വീണ് കമ്പിയിലൊക്കെ ലൈൻ കമ്പി വീണ് അത് മുറിച്ച് മാറ്റി. അടുത്ത മരം ഡേഞ്ചറിൽ നിൽക്കുകയാണ്. ഇതോ കാണുന്നത് ആ മരം ഡേഞ്ചറിൽ നിൽക്കുകയാണ്. നമ്മൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളെല്ലാം മുറിക്കേണ്ടത് ഇത് കോർപ്പറേഷൻ ലൈൻമാൻ്റെ പറഞ്ഞു, ഒരു ഇലക്ട്രിസിറ്റി ബോർഡിൽ. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളല്ല, ഇത് കോർപ്പറേഷൻകാരെ മുറിക്കേണ്ടതെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അധികാരി പറയുന്നത് ഇത് ഞങ്ങളുടെ പരിധി വരുന്നില്ല, ഇത് കോർപ്പറേഷൻകാരാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിതൊക്കെ ലെറ്റർ ഇട്ട് കുറച്ച് പേരൊക്കെ എഴുതി കോർപ്പറേഷൻ കൗൺസിലിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ആവുന്നില്ല. കൂടാതെ നായകളുടെ വിഹാരകേന്ദ്രം കൂടിയായി മാറിയിരിക്കുകയാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. കാത്തിരിപ്പ് കേന്ദ്രത്തോട് ചേർന്ന് വെള്ളവും ചെളിയും അഴുക്കുമാലിന്യവും കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പകലും രാത്രിയിലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടായി തെരുവ് നായകളുടെ ശല്യവും രൂക്ഷമാണ്. നിരവധി സ്കൂൾ കുട്ടികളാണ് ഇവിടെ ബസ് കാത്തു നിൽക്കുന്നത്. ഇരിപ്പിടങ്ങൾക്ക് പകരം 3 സ്റ്റീൽ കമ്പികൾ മാത്രമാണ് ഇവിടെ കാണുക. ഇരിക്കാൻ ഇടമില്ലാത്തതിനാൽ പ്രായമായവർ ഷെഡിന്റെ തറയിലാണ് ഇരിക്കുന്നത്. കാറ്റിടിച്ചാൽ പറക്കുന്ന മേൽക്കൂരയും തുരുമ്പിച്ച കമ്പികളും മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുക. രാത്രി 20 മിനിറ്റ് ഇടവിട്ടുള്ള ബസ് സർവീസാണ് ഈ റൂട്ടിലുള്ളത്. ഇരിപ്പിടമില്ലാത്തതിനാൽ രാത്രിയിൽ ബസ് കാത്തു നിൽക്കുന്ന സ്ത്രീകളും മുതിർന്നവരും ബുദ്ധിമുട്ടുകയാണ്. ഇവരുടെ സുരക്ഷയും വെല്ലുവിളിയാണ്. മഴയും വെയിലും കൊള്ളാൻ വേണ്ടി ഒരു ഷെഡ് എന്നതിനപ്പുറം ഒരു പ്രയോജനവും ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം വഴി ജനങ്ങൾക്കുണ്ടാകുന്നില്ല. ജനം, തിരുവനന്തപുരം.